പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചെറുശ്ശേരി ഉസ്താദ് വന്ന രംഗം അതുമാണല്ലോ നമ്മളൊന്ന് കാണാം. വിശദമായി പിന്നീട് വരുന്നതും ഇരിക്കുന്നതും അവരുടെ സംസാരത്തിന്റെ ചെറിയൊരു ഭാഗവും ഒന്നിച്ചൊന്ന് കാണാം. അന്നവർ ചെറുപ്പകാലമാണ്. എത്ര അതപോടെയാണ് ആ ഇരുത്തം. അവരന്നോ ഇരിക്കുന്ന അങ്ങനെ തന്നെയാണ്. കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുപാട് ടൈം. അതാണ് പരിശുദ്ധ ഖുർആൻ. ഒരു സ്ഥലത്ത് അല്ലാഹുവിന്റെ നമ്മളെ പറയൽ വെളിവാക്കപ്പെടും. ഉരുണ്ടി ഉണ്ടാവുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല. അങ്ങനെ അമ്പിയാക്കന്മാരെ പോലെ ഉയർന്ന പല പദവിയുള്ള ആളുകളുടെയും ദേഹം മണ്ണാവുകയില്ല. അത് പ്രകാരം തന്നെ റബ്ബിന്റെ അരികിൽ വെച്ച് നമ്മളെ പേര് പറഞ്ഞു കിട്ടുക എന്ന് പറഞ്ഞാലും അതും വലിയ കനപ്പെട്ട വിഷയം. അതാണ് പരിശുദ്ധ ഖുർആൻ. ഒരു സ്ഥലത്ത് അല്ലാഹുവിന്റെ നമ്മളെ പറയൽ ഫായിലുള്ള അല്ലാഹു തആല നമ്മളെ പറയൽ അത് വളരെ വലിയൊരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നമ്മളെ പേര് റബ്ബെന്ന് പറഞ്ഞു കിട്ടിയാൽ അതിൽ മീനഞ്ച് വലിയതെന്താണ്? ഇരുമേലിരിക്കുന്നത് കിട്ടാനാണ്. അപ്പൊ അല്ലാഹു തആലാന്റെ അരികിൽ വെച്ച് പേര് പറയാ എന്നൊരു ചില്ലറ വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹു നമ്മളെ പറയൽ. അല്ലാഹ് നമ്മളെ പറയൽ എങ്ങനെ? അള്ളാന്റെ ആളുകൾ നമ്മളെ പറയുമ്പോൾ ശതമായി പറയുന്നുണ്ട്. ഉമറലി ശിഹാബ് തങ്ങൾ വന്നതുണ്ട്. അതൊന്നും അവർക്കിപ്പോ അതിനൊരു ക്രെഡിറ്റിന് വേണ്ടിയല്ലല്ലോ, അതിന്റെ ആവശ്യമില്ല. അതൊന്നും അവർ ഇത്ര കാലമായിട്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ അത് കാണിച്ചു കൊടുക്കാനാണ്. നിങ്ങൾ വന്ന പോലെയല്ല, നന്ദിയുള്ള കാഴ്ചയാണത്. പിന്നെ കച്ചവടത്തിന് പോയതാന്ന് പോലും പറഞ്ഞില്ലല്ലോ. കാരണം ഇ കെ ഉസ്താദിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയ ആളാണ് അവര്. അതിന്റെ മഹത്വമാണ്. അത് നിലനിർത്താൻ കഴിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക്. ഇനി അവസരം മരണം വരെ ഉണ്ടല്ലോ. ഡേറ്റ് തന്നതിൽ ഇനി കൂടുതൽ ബാക്കിയുമില്ലല്ലോ. ഒരു തിരിച്ചു നടത്തം മശായിഖിന്റെ തിരുഹദറത്തുകളിലേക്ക്. ഈ പരിഹാസമൊക്കെ ഒന്ന് നിർത്തിയിട്ട് അവരുടെ പൊരുത്തത്തിലൊന്ന് മൗത്താകണ്ടേ?